പോകുമ്പോൾ പലയിടത്തും ആക്ഷൻ കൊറിയോഗ്രഫി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് എവിടെയും ആക്ഷൻ കൊറിയോഗ്രഫി അത്രത്തോളം ഗംഭീരം എന്ന് തോന്നിയില്ല. കാരണം ഈവൻ ഫസ്റ്റത്തെ ഒരു പെരുന്നാൾ ഫൈറ്റ് കാണിക്കുന്നുണ്ട്, പെരുന്നാളിന്റെ ഇടയിലുള്ള ഒരു അടി, ഇപ്പൊ ക്ലൈമാക്സിലത്തെ ഫൈറ്റ് സീക്വൻസ് ആയാലും ശരി, ഇതിന്റെ ഇടയിൽ എവിടെ പോലും അത്ര വലിയ മികച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഈ പടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ട് തോന്നി. സിനിമയുടെ ആ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിന് മുന്നേ വിചാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഈക്വലൈസർ 3 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു മൂവി റിലീസ് ചെയ്തിരുന്നു, ഡെൻസൽ വാഷിംഗ്ടന്റെ. ആ ഒരു ക്യാരക്ടറിന്റെ ഏജ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ചെയ്യാവുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പൊ മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് അതുപോലത്തെ വളരെ സിമ്പിൾ ആണെങ്കിലും മാസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബട്ട് പടത്തിന്റെ മൊത്തം ഇപ്പോ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ആക്ഷൻ സീക്വൻസുകളൊന്നും നല്ല നിലവാരം പുലർത്തിയില്ല എന്ന് തന്നെ തോന്നി. ബട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ട് അദ്ദേഹം ഇട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആ ഒരു ഫാക്ടറിനാണ് പല കാര്യങ്ങളും. ഇപ്പൊ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു പ്രസൻസും ചില സീനുകളിലൊക്കെ അതൊക്കെ തന്നെയായിരുന്നു ഒരു പോസിറ്റീവ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ബട്ട് ബാക്കിയെല്ലാം ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് അത് എടുത്തു പറയാതെ